സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിച്ചതോടെ ഇറാനു നേരെ സൈനിക നടപടിക്കൊരുങ്ങി അമേരിക്ക. എല്ലാ സാധ്യതകളും പരിഗണനയിലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏത് സാഹചര്യം നേരിടാനും ഒരുങ്ങിയിരിക്കാൻ ഇറാൻ സുരക്ഷാ സേനകൾക്ക് നിർദ്ദേശം. ടെഹ്റാനിൽ ലക്ഷങ്ങളെ അണിനിരത്തി സർക്കാർ അനുകൂല റാലി സംഘടിപ്പിച്ചു. ആക്രമിച്ചാൽ ഗൾഫിലെ യുഎസ് താവളങ്ങൾക്കും കപ്പലുകൾക്കും നേരെ തിരിച്ചടിക്കുമെന്ന് ആവർത്തിച്ച് ഇറാൻ രംഗത്ത്. ആണവ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെങ്കിൽ അക്കാര്യം പരിഗണിക്കുമെന്ന് ട്രംപിനോട് ഇറാൻ വിദേശകാര്യമന്ത്രി. സജ്ജമായിരിക്കാൻ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി ഇസ്രായേൽ ആരോഗ്യ മന്ത്രാലയം. സംയമനം പാലിക്കണമെന്ന് ഇറാനോട് യുഎൻ സെക്രട്ടറി ജനറലും. കൊല്ലപ്പെട്ട സുരക്ഷാ സേനാംഗങ്ങളുടെയും മറ്റും വിയോഗം മുൻനിർത്തി ഇറാനിൽ 3 ദിവസത്തെ ദുഃഖാചരണം. വിവരങ്ങളുമായി MC നാസർ ചേരുന്നു. നാസർ, പ്രക്ഷോഭം തുടരുകയാണ്. 500 കടന്നിരിക്കുന്നു മരണസംഖ്യ എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്തൊക്കെയാണ് ഇറാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ? ഒപ്പം അമേരിക്ക എന്തിന് തയ്യാറെടുക്കും? തന്നെ മിക്ക പ്രവിശ്യകളിലും വലിയ തോതിൽ തന്നെ പ്രക്ഷോഭം ഇന്നും തുടർന്നു. കാരണം ഇന്നിപ്പോൾ 3ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന പ്രക്ഷോഭത്തെ പിന്തിരിപ്പിക്കാൻ നൽകിയ പ്രക്ഷോഭകാരികൾ അതിൽ നിന്ന് പിൻവലിപ്പിക്കാനുള്ള നീക്കങ്ങൾ വിജയിച്ചിട്ടില്ല. അതിശക്തമായി തന്നെ പ്രക്ഷോഭം മുന്നോട്ട് പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇറാനിൽ നിന്ന് ഏറ്റവും അവസാനം വരുന്നത്. ടെഹ്റാന് പുറത്തുള്ള 2 പ്രവിശ്യകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചതായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെയാണ് ടെഹ്റാനിൽ ലക്ഷങ്ങളെ അണിനിരത്തി കൊണ്ട് സർക്കാർ അനുകൂല പ്രകടനവും ഇന്ന് നടക്കുകയുണ്ടായി. കാരണം ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് രാജ്യം നീങ്ങുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചന കൂടിയാണിത്. കാരണം പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും ഈ പ്രക്ഷോഭകാരികളുടെ മാത്രം നിയന്ത്രണത്തിലായിരുന്നു ടെഹ്റാനിലെയും മറ്റും തെരുവുകൾ. എന്നാൽ ഇന്നിപ്പോൾ സ്ഥിതി മാറിയിരിക്കുകയാണ്. സർക്കാർ അനുകൂല പ്രകടനങ്ങളും പല പ്രവിശ്യകളിലും നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇന്ന് പുറത്തു വരുന്നുണ്ട്. ടെഹ്റാനിൽ നടന്ന ലക്ഷങ്ങൾ അണിനിരന്ന ഈ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നടക്കുന്ന ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ കൃത്യമായി തന്നെ വിദേശ താല്പര്യങ്ങളും വിദേശ ഘടകങ്ങളുമാണ് ഉള്ളത്. അതിൽ ഇസ്രായേലും അമേരിക്കയും അയച്ചിരിക്കുന്ന വിധ്വംസക സംഘങ്ങളാണ് ഈ പ്രക്ഷോഭത്തെ ഈ സ്വഭാവത്തിൽ അക്രമാസക്തമാക്കി മാറ്റിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി സുരക്ഷാ പോരാളികൾക്ക് ജീവൻ തന്നെ ബലിയർപ്പിക്കേണ്ടി വന്നത്. പക്ഷേ ഇതിൻ്റെ മുമ്പിൽ ഇസ്ലാമിക ഗവൺമെൻറ് മുട്ടുമടക്കുന്ന ഒരു പ്രശ്നം പോലും ഉദിക്കുന്നില്ല. പിന്നിട്ട് 47 വർഷമായിട്ട് ഇറാനിൽ പിന്നെ ഏറ്റവും ശക്തമായിട്ട് വേരോട്ടമുള്ള ആ ജനകീയ സർക്കാർ ആ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് പോകും. അതിൽ അമേരിക്കയും ഇസ്രായേലും നൽകിക്കൊണ്ടിരിക്കുന്ന അവരുടെ താല്പര്യങ്ങളെ ഇറാൻ ജനത പൂർണ്ണമായി തന്നെ തിരസ്കരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത്. അതേസമയം പ്രക്ഷോഭകാരികൾ, പ്രത്യേകിച്ച് ഈ ജൻസി തലമുറയിൽപ്പെട്ട കുട്ടികളെയും മറ്റും ഈ പ്രകടനത്തിലേക്ക് അയക്കുന്നതിൽ നിന്ന് രക്ഷിതാക്കൾ പിൻവാങ്ങണം, അവരെ പെട്ടെന്ന് തന്നെ തെരുവിൽ നിന്ന് പിൻവലിക്കണം എന്ന സന്ദേശം രക്ഷിതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. കൂടുതൽ ശക്തമായിട്ടുള്ള ഈ പ്രക്ഷോഭകാരികളെ അമർച്ച ചെയ്യാനുള്ള സൈനിക നടപടികൾ ഉണ്ടാകുമെന്ന കൃത്യമായിട്ടുള്ള സൂചന കൂടിയാണ് സൈനിക നേതൃത്വം നൽകുന്നത്. അതേസമയം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഈ പ്രക്ഷോഭകാരികൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് ഇന്ന് വന്നത്. ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ ഓപ്ഷനും ഇപ്പോൾ തങ്ങളുടെ കൈവശമുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും അവസാനമായിട്ട് US സ്റ്റേറ്റ് വകുപ്പിൻ്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് സൈനികമായിട്ടുള്ള നടപടിക്ക് കാര്യങ്ങൾ കുറെ കൂടി മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ്. പക്ഷേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം ഇനിയും പുറത്തു വിട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ അല്പം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ ഇപ്പോൾ ഇറാൻ ജനത നടത്തിയിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിന് ആ ജനതയ്ക്ക് താൻ പൂർണ്ണ പിന്തുണ അർപ്പിക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റുമോ തൻ്റെ രാജ്യം അത് ചെയ്യും എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം റഷ്യയും തുർക്കിയും ഈ വിദേശമായിട്ടുള്ളൊരു ഇടപെടൽ ഇറാനിൽ ഉണ്ടാവുന്നത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് മേഖലയെ കൂടുതൽ അരക്ഷിതമാക്കുമെന്ന പ്രതികരണം കൂടിയാണ് റഷ്യയും തുർക്കിയും ഇപ്പോൾ ഏറ്റവും അവസാനം നൽകിയിരിക്കുന്നത്. ധന്യ.